ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ. ബിരിയാണിക്ക് വേണ്ടത് ക്യാരറ്റ് വേണം, ബീൻസ് വേണം, പിന്നെ ഗ്രീൻ പീസ് വേണം, പിന്നെ ഇത് കോളിഫ്ലവർ വേണം, ഉരുളക്കിഴങ്ങ് വേണം, പച്ചമുളക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും നമുക്ക് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടത് ഇത് തക്കോലം, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക, കുരുമുളക്, പട്ട, ഒരു ബേ ലീഫ്. അപ്പം ഇത് നമുക്ക് ഫസ്റ്റ് ഇതിലിടാം. വെള്ളം നമ്മൾ തിളച്ചിട്ട. അപ്പം നമുക്ക് അരി ഇടേ. അപ്പം അടുത്ത് നമ്മൾ സവാള നൈസായിട്ട് ഇങ്ങനെ നീളനെയാണ് അരിഞ്ഞേക്കണത്. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം. സവാള വറുത്തെടുത്തിട്ട് വെളിച്ചെണ്ണയിലാണ് വറുക്കണത്. അപ്പോൾ നമുക്ക് അടുത്തത് സവാള വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് ചൂടായിട്ട് വേണേ, പാത്രം ചൂടായിട്ട് വേണേ. അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിനി എടുക്കാം വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. ഇത് തുടക്കട്ടെ വെള്ളം. അപ്പോൾ നമുക്ക് സവാള ഇടാം. നമുക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അധികം വേണ്ട, കുറച്ച് മതി. ഇത് നമുക്ക് റൈസിൻ്റെ മേളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പം അടുത്തത് നമുക്ക് സവാള വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മൾ സവാള വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായി കരിഞ്ഞു പോയിട്ടാ, കുഴപ്പമില്ല. അധികം കരിയാണ്ട് എടുക്കുന്നതാണ് നല്ലത്. ചെറിയ കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ കശുവണ്ടി അടുത്തതിടാൻ പോകുന്നത്. നമുക്ക് കശുവണ്ടി വറുത്തെടുക്കാം. പിന്നെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പും നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നു കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നു, വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വാർക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കശുവണ്ടി കുക്കായി വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ കശുവണ്ടിയും കൂടി വറുത്ത് വെച്ച് അടുത്തത് നമുക്ക് ബിരിയാണിയുടെ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിവിടെ വയ്ക്കാം. അപ്പോൾ സവാള ഞാൻ സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് വഴണ്ട് വന്ന് ഒതുങ്ങി. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, നമുക്ക് ഉപ്പിടാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടു. നമുക്കിതിൽ വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
വഴണ്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചേർക്കേ. ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല, കാരണം ഇവിടെ അധികം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല ഇഞ്ചിയിൽ. പിന്നെ ഞാൻ കൂടുതൽ ചേർത്തില്ല. പിന്നെ നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കും, അതുകൊണ്ട് ഞാൻ എരിവ്, പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് കുറവായിരിക്കും, അധികം ഉണ്ടാവില്ല, എന്നാലും അധികം സ്പൈസ് ആക്കണില്ല. അപ്പോൾ കുറച്ച് മുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഞാൻ 3 മുളകാണ് ചതച്ചത്, പിന്നെ ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5 കുഞ്ഞു വെളുത്തുള്ളിയാണ്, 5 വെളുത്തുള്ളി. അതിന് ഞാൻ കുറച്ച് വെച്ചിട്ട് മാറ്റി ഫുള്ള് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടേട്ടാ. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഇത് കുഞ്ഞ് 2 തക്കാളിയാണ്, ചെറിയ തക്കാളിയാണ് കേട്ടോ, ഭയങ്കര ചെറുതാണ്. അപ്പോൾ 2 തക്കാളി നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാലകൾ ചേർക്കാം. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുറച്ച് മതി, 1 സ്പൂണിൻ്റെ അടുത്ത് മതി. 1 സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് കാശ്മീരി ചില്ലിയാണ്. കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം കേട്ടോ. കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവല്ലേ. ഞാനിപ്പോൾ 2.5 സ്പൂൺ ഇടും. കുറച്ചുകൂടി ഞാനിടും, 2.5 സ്പൂണാണ് ഞാൻ ഇടണേ. അപ്പോൾ കാശ്മീരി ചില്ലിയും ഇട്ടു. അപ്പോൾ പൊടിയൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണം. ഗരം മസാല ഇടാം. അത് ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് അത് ഇടാം. പിന്നെ നമുക്ക് തൈര് ചേർക്കണം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. അധികം വേണ്ട, കുറച്ച് പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ നമ്മൾ തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ച് ഗ്യാസ്. അപ്പോൾ നമ്മൾ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത നമുക്ക് വെജിറ്റബിൾസ് ഇടാം കേട്ടോ. വെജിറ്റബിൾസ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് സ്ക്വയറായിട്ട് അധികം കട്ടിയില്ലാണ്ടാണ്. പിന്നെ ബീൻസ് നീളത്തിൽ. പിന്നെ കോളിഫ്ലവർ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ നമുക്കിതിടാം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ചെറിയതായിട്ട് അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാത്തതാണ്, ഇതിൽ നമ്മൾ വേവിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ പീസ് നമ്മൾ മേടിക്കാൻ കിട്ടും ഫ്രോസൺ ആയിട്ടുള്ള. അപ്പോൾ അത് ഞാൻ ഉപ്പിട്ട്
വേവിച്ച് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കണം. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് ഗ്യാസ് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ കച്ചമ്പറിന് അരിയണയാണ്. അപ്പോൾ കച്ചമ്പറിന് അരിയണത് ഭയങ്കര ചെറുതായിട്ടാണ് കാണിച്ചു തരേ. കണ്ടോ, ചെറുതായിട്ടാണ് കണ്ട അരിയണുണ്ടോ. നമ്മൾ തൈരിൻ്റെ കച്ചമ്പറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കുംബർ അരിഞ്ഞ് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ അവിടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മളിത് അരിയണത്. അപ്പോൾ നമുക്ക് അടുത്തത് കറി എന്തായാലും നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കുക്കുംബറിൻ്റെ പരിപാടിയിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കച്ചമ്പർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാൻ സെർവ് ചെയ്യട്ടെ. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമുക്ക് കച്ചമ്പർ, അതുപോലെ തന്നെ നമ്മൾ പപ്പടം വറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിരുന്നു. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നല്ല മൈൽഡായിട്ടുള്ള രീതിയാണ്. അധികം മസാലയുടെ കുത്തൊന്നുമില്ല. നല്ല രുചിയുണ്ടായി. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് എങ്ങനെയാ? അത് അങ്ങനെ കാര്യമായിട്ട് അറിയുന്നില്ല, പക്ഷെ മസാലയുടെ ടേസ്റ്റ് വരുന്നു. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ചേട്ടൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. കച്ചമ്പർ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളിതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം.
മറ്റൊരു വീഡിയോ കാണാം. ബൈ.